इश्क रे दिल को करार आया तुझ पे प्यार आया पहली पहली बार आया ओ यारा. So hello everyone, hope you all are doing good and great and welcome to a get ready with me video. ഞാൻ കുറച്ചായി ഇങ്ങനെ get ready with me ഒക്കെ ലോങ് വീഡിയോ ആയിട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന്. അപ്പോൾ എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ റെഡി ആവുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോ മൊത്തം ഓൺ വോയിസ് ആയിട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഓൺ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പകുതിക്കുന്ന ഞാൻ വോയിസ് ഓവർ കൊടുക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു നല്ല പനി വന്നു. പിന്നെ കുറച്ച് 2-3 ട്രിപ്പ് പോയി, വെയിൽ കൊണ്ട് ക്ലോറിൻ വാട്ടർ പൂളുള്ള വാട്ടറൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഇതങ്ങോട്ട് എന്താ പറയുക ഡള്ളായിപ്പോയി. സ്കിന്ന് ഡല്ലായി. ഇവിടെയൊക്കെ കണ്ടോ പിമ്പിൾസിൻ്റെ നല്ല മാർക്കുണ്ട്. ഇവിടെയൊക്കെ പിമ്പിൾസിൻ്റെ കുറേ മാർക്കുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് ഡള്ളായി പോയിക്കുന്ന ഫേസ്. അങ്ങനെ വന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടെ മൊത്തം പാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊരു 1 വീക്ക് സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. 1 വീക്ക് സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് മെയിനായിട്ട് സ്കിൻ കെയർ ഞാൻ നല്ലോണം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. രാത്രി ഫേസ് കഴുകാൻ പോലും ചില ടൈമിൽ എനിക്ക് മടിയാണ്. അതിൻ്റെ ഇതൊക്കെ എൻ്റെ ഫേസിൽ എനിക്ക് തന്നെ കാണാനുണ്ട്. സോ സ്കിൻ കെയർ മോർണിംഗും നൈറ്റും സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുക. ഓരോ ദിവസം ഓരോ ഫേസ് പാക്ക് ട്രൈ ചെയ്യുക, ഓരോ ടിപ്സ് ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 1 വീക്ക് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സ്കിന്നിൽ 1 വീക്ക് കൊണ്ട് മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ആ വീഡിയോ 1 വീക്ക് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ കാണാം എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ സ്കിന്നിൽ മേക്കപ്പ് എന്നല്ല സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും സംഭവങ്ങളൊക്കെ എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ട്. ലിപ് ബാമും ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബേസ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളതും കൂടെയാണ് നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ ഇതാണ് നമ്മളെ മേക്കപ്പ് പ്രോഡക്റ്റ്സ്. എന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഞാനിപ്പോൾ ആയിട്ട് എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അതിലൊരു ഐ ഷാഡോ പാലറ്റിൻ്റെ ഒരു തിളക്കുള്ള പാലറ്റ് പൊട്ടിപ്പോയി. ആ പൗച്ച് മൊത്തം ഇപ്പം ആ ഹൈലൈറ്ററിൽ മുങ്ങി കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഉണ്ടോ, ഇതൊക്കെ അങ്ങനെ കുറേ സാധനത്തപ്പം മുങ്ങി കിടക്കുകയാണ്. അപ്പം എനിക്കത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് വേണം. അപ്പം തൽക്കാലത്തിന് അതിന് അർജൻറ്റ് ഉള്ളത് മാത്രം എടുത്തു. ബാക്കിയൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് അതിൽ ആ കൂട്ടത്തിൽ പെടാത്ത സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ മാഴ്സിൻ്റെ കളർ കറക്റ്ററാണ്. ഇന്ത്യയിൽ മാഴ്സിൻ്റെ ഉണ്ടായിരുന്നു, നൈക്കേൻ്റെ ഉണ്ടായിരുന്നു. നൈക്കേൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളൊരു മറ്റേ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇല്ലേ, അതുപോലെയായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്കൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്യാനും എൻ്റെ ഫേസിന് കുറച്ചുകൂടി ആപ്റ്റായിട്ട് തോന്നിയതും ഇങ്ങനത്തെ ഭയങ്കര ക്രീമി ആയിട്ടുള്ള കളർ കറക്റ്റേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ കറക്റ്റേഴ്സ് കറക്റ്റ് യൂസ് ചെയ്യേണ്ട വിധം എനിക്കറിയില്ല. അതൊക്കെ പഠിച്ചിട്ട് വേണം. എനിക്കിവിടെ അങ്ങനെ ഒരു ഡിസ്കളറേഷൻ എന്താ പറയുക, അണീവൺ സ്കിൻ ടോൺ ഉണ്ട്. ഇവിടെ കുറച്ച് പാട് അതന്നെ ഉള്ളൂ. പിന്നെ ഫേഷ്യൽ ഹെയർ ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ഫേഷ്യൽ ഹെയർ ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ ഉണ്ട്, അത് നോർമൽ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേഷ്യൽ ഹെയർ നമ്മളത് അറിയൽ ഈ ഒരു ഭാഗത്തായിരിക്കുമല്ലോ, അതുണ്ട്. പിന്നെ ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല ബ്ലെൻഡ് ആക്കാൻ. എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ എൻ്റെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ആക്കുന്നതാണ്. ഈ പൊടി ഇട്ടിട്ടൊന്നും എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ആവില്ല കേട്ടോ. എൻ്റെ ഡാർക്ക് സർക്കിൾസിന് എത്ര ഭയങ്കര ഹെവി അങ്ങനത്തെ ഭയങ്കര ഹെവി മേക്കപ്പ് ചെയ്താൽ മാത്രമേ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കഴിയൂല. അതിൻ്റെ ഡാർക്ക് സർക്കിൾസിനെ പറ്റി ഞാൻ എല്ലാ ഗെറ്റ് റെഡി വിത്ത് മീലും പറയുന്നതാണ്. എന്നാലും കുറേ പേർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെയും ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ പറഞ്ഞവരുമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. ഞാനായിട്ട് ഉറങ്ങാണ്ടോ ഡയറ്റ് അങ്ങനായിട്ടൊന്നും വരുന്നതല്ല അത്. ഞാൻ നല്ലോണം അത്യാവശ്യത്തിന് കറക്റ്റ് 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളാണ്. ഞാൻ ഒരിക്കലും ഉറക്കം മിസ്സാക്കാത്ത ഒരാളുമാണ്. എന്നിട്ടും എനിക്ക് ഈ സാധനം ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 5Xലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര അടുത്തായിരിക്കും, പക്ഷെ എനിക്ക് ഞാൻ നല്ല ദൂരത്താണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കാണില്ല. എനിക്ക് കണ്ണാട വെച്ചാലേ അതൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു മിറർ കൈ പിടിക്കണം. ഇതാണ് നമ്മളെ മിറർ കണ്ടോ, കേൾക്കുണ്ടാവും. ഞാൻ മൈക്ക് താഴെ വെച്ചിരിക്കണം. ഇതാണ് മിറർ. ഇങ്ങനെ കണ്ടോ, അപ്പം നിങ്ങൾക്ക് ഇന്നടുത്ത് കാണാൻ പറ്റും. ഇതാണ് മിറർ. ഇത് ആക്ച്വലി മറ്റേ സ്റ്റാൻഡൊക്കെ ഉരിച്ചാടി. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലറാണ് ഇത്. മാഴ്സ് കോസ്മെറ്റിക് എന്നൊക്കെ മാഴ്സിൻ്റെ കൺസീലറാണ്. ആക്ച്വലി എനിക്ക് മാഴ്സ്, സ്വിസ് ബ്യൂട്ടി അത് രണ്ടും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ള മേക്കപ്പ് ബ്രാൻഡ്സാണ്. ഭയങ്കര അഫോർഡബിളായിട്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നല്ല അഫോർഡബിളായിട്ട്
പക്ഷേ നല്ല അഫോർഡാണ് അതന്നെ. നല്ല ഇവർ പാക്കേജിങ് ആണെങ്കിലും ഒക്കെ നല്ല രസമായിരിക്കും. നമുക്ക് നല്ല കുറേ ഷെയ്ഡ്സും മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ രണ്ടുപേരും പ്രോഡക്റ്റ്സ്. ലിപ്സ്റ്റിക്സ് ആണെങ്കിലും ഈ മാൾസിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കല്ലേ. ഇവരെ ലിപ് ജോസ്, ലിപ് ഡ്രിപ്പ് എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. അതൊക്കെ ഇങ്ങനെ എല്ലാവരും റീലിട്ട് സാധനം വാങ്ങാൻ കിട്ടുന്നില്ല. എത്ര കാലമായി അറിഞ്ഞാൽ നൈക്കയിലൊക്കെ അതൊക്കെ ഒന്ന് കാർട്ടിലിട്ട് വെച്ചിട്ട് സ്റ്റോക്കിൽ സാധനം വരുന്നില്ല. വരുമ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണ് തോന്നുന്നു. സാധനം ലിപ്സ്റ്റിക് ഒന്നും കിട്ടാനില്ല. അവരുടെ പുതിയ സാധനം ഇറക്കി 2 ദിവസത്തിനുള്ളിൽ അതൊന്നും ആൾക്കാർ അറിഞ്ഞ് വരുമ്പോഴത്തിന് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പിന്നെ നമ്മളെങ്ങനെ വാങ്ങുക? ഇവർക്കറിയാം ഇത്രയും ആൾക്കാർ ഈ സാധനം കാണും, ഇവർക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഇവർക്ക് കുറേ ഉണ്ടാക്കിക്കൂടെ. എന്താപ്പം അതൊക്കെ എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഏതെങ്കിലും ഒരൊറ്റ പൊട്ട ഷെയ്ഡ് ഉണ്ടാവും ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലാണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അതെന്താണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലാത്തത്. ആർക്കും വേണ്ടാത്ത ഷെയ്ഡ് ആയതുകൊണ്ടാണ്. അത് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവണില്ലാവും. കണ്ണിൻ്റെ മേലിടണം, ഐഷാഡോ ഇടണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ ഞാൻ ഒറ്റക്കിട്ടാൽ ഭയങ്കര കോമഡി ആയിരിക്കും. പക്ഷെ വേറൊരാൾ ഇട്ടെന്നാൽ ഇറ്റ്സ് ഫൈൻ. ഞാൻ വേറൊരു ആൾക്കാർക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കും. പക്ഷെ എനിക്കിട്ടാൽ വമ്പൻ കോമഡി ആവും സാധനം. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഇതിട്ട് കൊടുക്കാം. ഇത് എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു സ്ട്രോപ്പ് ക്രീമാണ്. കുറച്ച് ഇതിട്ട് കൊടുക്കാം. അങ്ങോട്ട് ഞാൻ വേറെ ഹൈലൈറ്റർ ഹൈലൈറ്റർ ആയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്ട്രോപ്പ് ക്രീം ആയിട്ടല്ല ഞാൻ യൂസ് ആക്കുന്നത്, ഹൈലൈറ്റർ ആയിട്ടാണ്. ഇങ്ങനെ കണ്ണെഴുതാനാണ്. ശരിക്കും എനിക്ക് കണ്ണെഴുതാൻ ഒട്ടും താല്പര്യമില്ല. കാരണം കണ്ണെഴുതിയ കോമഡി ആവും. പക്ഷെ നമുക്ക് ജസ്റ്റ് കുറച്ച് എഴുതി കൊടുക്കാം. വേറെ ഒന്നും കൊണ്ടല്ല. കല്യാണമൊക്കെ അല്ലേ, കണ്ണും കൂടെ എഴുതിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ അപ്പം ഞാൻ മാറ്റി ഒരുങ്ങുന്നതിന് കാര്യം എന്താ? ഒരു കാര്യമില്ല. നമുക്ക് കുറച്ച് കണ്ണെഴുതി കൊടുക്കാം. കുറച്ച് ശരിക്കും ഞാൻ ഇങ്ങനെ ഈ കണ്ണെഴുതുമ്പോൾ ആലോചിക്കുമേ, എനിക്ക് കണ്ണെഴുതാൻ അറിയില്ല. എപ്പോഴും എനിക്ക് മര്യാദയ്ക്ക് കണ്ണെഴുതാൻ അറിയില്ല. അപ്പോൾ എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളിലേക്കുള്ള കണ്ണ്. ഒന്നാമത് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കുഞ്ഞു കണ്ണാണോ, അപ്പോൾ ഉള്ളിൽ കാണില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് വിങ്ഡ് ഐലൈനേഴ്സാണ് ഭംഗി തോന്നുന്നത്. വിങ്ഡ് എന്ന് എനിക്കറിയില്ല എന്താ പറയാതെ, കുറച്ച് ഇങ്ങനെ കയറ്റി ഇങ്ങോട്ട് മാത്രം അകത്തേക്ക് അത്ര വലിക്കാത്ത അങ്ങനത്തെ ഉണ്ടല്ലോ. പക്ഷെ എനിക്കത് എഴുതാൻ അറിയില്ല. ഇനി എങ്ങനെയെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയാൽ തന്നെ മറ്റേ കണ്ണ് എത്താലും അതിൻ്റെ ഒരു ബന്ധമില്ലാണ്ടായിരിക്കും വരും. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ മേക്കപ്പ് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കണമാതിരി ആരെങ്കിലും ഐലൈനറൊക്കെ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിനി, ഞാൻ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിനി. അങ്ങനെയെങ്കിലും ഒന്ന് എഴുതാൻ പഠിച്ചല്ലോ വെച്ചിട്ട്. 2 കണ്ണും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒന്നാമത് എൻ്റെ കണ്ണിൽ കണ്ണെഴുതിയാൽ കാണൂല, അത് വേറൊരു കാര്യം. പക്ഷെ അതെനിക്ക് ചില ടൈമിൽ ഭയങ്കര ദേഷ്യം. എന്താ കണ്ണെഴുതിയിട്ട് കാര്യമില്ലല്ലോ, കാണില്ലല്ലോ എന്നുള്ളത്. പിന്നെ എനിക്ക് കണ്ണെഴുതിയൊക്കെ കൊളാവുമ്പോൾ തോന്നും അത് നന്നായി, കൊളായതാരും കാണൂലല്ലോ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇത് മറ്റേ ഐ ബ്യൂട്ടീൻ്റെ സ്കിൻ ടിൻ്റാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഡാബ് ചെയ്ത് കൊടുക്കണോ, ദിസ് ഈസ് ഫൈൻ. ഇത്ര മതിയോ? കുറച്ച് കല്യാണമൊക്കെ അല്ലേ, കുറച്ച് ഹെവി ആയിക്കോട്ടെ. ഇവർ പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ അനുസരിച്ചിട്ട് ഇത് നമുക്ക് കുറച്ച് ഇടുമ്പോൾ കുറച്ച് വൈറ്റ് ആയിട്ട് നിൽക്കാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ അനുസരിച്ചിട്ട് ഇത് നമ്മുടെ സ്കിന്നിന് മാച്ചായിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു ടിൻ്റാണെന്നാണ് അവർ പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിട്ടാലൊരു നാച്ചുറൽ ലുക്കാണ്, അല്ല നമ്മൾ ഫൗണ്ടേഷൻ പോലെ നിൽക്കില്ല. അതൊരു സെറം ടിൻ്റാണ്. കുറച്ച് ഹൈഡ്രേഷനും തരും സ്കിന്നിന്. ചില ഫൗണ്ടേഷൻസ് ഒക്കെ ഇട്ടാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിണ്ട് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു. ഇതിനതൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് അടിപൊളിയാണ്. അത്ര ഇത് ഹെവി ആയിട്ട് ചെയ്യാനെന്താണെന്ന് ഞാൻ വിചാരിച്ചത്. സോ നമുക്കിന്ന് ബ്ലഷ് ഇടാം. ഇത് ഇൻസൈറ്റിൻ്റെയാണ്, മൾബറി സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് 0 ഇതിനാകെ 99 199 അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ഇത് കുറച്ച് മെറൂൺ ഷെയ്ഡാണ് കണ്ടത്. ഇതിനും മാച്ചിങ് ആണ്. നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു, അത്ര മതി. മറ്റേത് ആർവാടാവും. ഇനി കുറച്ചുകൂടെ ചോപ്പായതൊന്നും കുറച്ച് നമ്മൾ പിങ്കിൻ്റെ മാതിരി ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് വാരി കോരി ഇട്ടാൽ വേറെ എന്തെങ്കിലും കരുത്തും ആൾക്കാർ. ഇനി കുറച്ച് മസ്കാരം കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുക, പിന്നെ ഇത് എന്താ പറയുക കോമ്പാക്ട് പൗഡറും കൂടെ ഇട്ടാൽ നമ്മളെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര സിമ്പിൾ മേക്കപ്പാണ്, എല്ലാവർക്കും പറ്റും. എൻ്റെ അമ്മച്ചി വിളിക്കുന്നുണ്ടോ? പക്ഷെ ഈ സാധനം നേരിട്ട് ഈ മേക്കപ്പ് ഞാൻ ഇപ്പം ചെയ്തതേ നേരിട്ട് കണ്ണിലേറെ ഭംഗിയുണ്ട് ഫോണിൽ കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെ.
മസ്കാര ബാക്കിയുള്ള മേക്കപ്പ് കഴുകി കളയുന്ന പോലെ മസ്കാര അങ്ങോട്ട് പോയി കിട്ടാനും ഒരു അതാപം ഇറങ്ങിയത് കുറച്ചൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പറിച്ചിട്ട് നമുക്ക് ഇപ്പൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾ ഫുൾ ഫേസ് ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ മാത്രം രണ്ടെണ്ണം ഒട്ടി പിടിച്ചൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല. പറിച്ചെടുക്കുമ്പോൾ നമ്മളെ പീലൊക്കെ വരും. ആകെ 2, 3, 4 ഉള്ളൂ. ഞാൻ കൂടെ പോകുന്ന പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? നമ്മളെ മറ്റേ മാഴ്സിൻ്റെ കോറസ് ഗേൾ അല്ല, അത് മാഴ്സിൻ്റെ ഗേൾ പവറാണ്. ഇത് മറ്റേ ഒരു ബ്രൗൺ ടെറാക്കോട്ട ഷെയ്ഡാണല്ലോ, ഇത് കുറച്ച് റെഡ് ഷെയ്ഡാണ് ഈ ഒരു സാധനം. ഇത് ഞാനന്ന് കേൾക്കുന്നുണ്ടോ? ഇത് ഞാനന്ന് ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറേ പേര് ഇതിൻ്റെ സ്വാച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇങ്ങനെ കാണാൻ ഭയങ്കര റെഡായി, പക്ഷെ ഇത്ര അങ്ങോട്ട് റെഡല്ല, കുറച്ച് ഒരു ബ്രൈറ്റ് റെഡാണ്. പക്ഷേ നമ്മളെ ഫേസൊക്കെ ഇട്ടാൽ ഫേസ് അങ്ങോട്ട് വെളുത്ത് നിൽക്കും. എന്നോട് എല്ലാവരും പറയും നീ എൻ്റെ ടാനൊക്കെ പോയ ഫേസ് ഇട്ട് നിൽക്കുമ്പോൾ ഈ സാധനം ഞാൻ ഇട്ടാൽ. പക്ഷെ സംഭവം ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് പോകും. ചിലപ്പം പെട്ടെന്ന് ഇടയിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് പോകും. പക്ഷേ ഈ സംഭവം അടിപൊളിയാണ്. ഇത് ഒരു ഐ തിങ്ക് ഇതൊരു ചൈന ബ്രാൻഡാണ് തോന്നുന്നു. എൻ്റെ കാക്ക പറഞ്ഞത് ചൈന ബ്രാൻഡാണെന്നാണ്. അപ്പോൾ എൻ്റെ കാക്ക ഇപ്പോൾ കറൻ്റ് UK യിലാണുള്ളത്. അപ്പോൾ ഈ ഓർഡർ ചെയ്തിട്ട് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്നാണ് ഓൻ പറയുന്നത്. അപ്പം ഇത് ഫ്ലവർ നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെ ഈ ക്യൂട്ട് സാധനങ്ങളുണ്ട്. ക്യൂട്ട് അല്ല, ഈ ഫെയറി ടൈൽ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് ഡിസ്നി കാർട്ടൂൺസൊക്കെ കാണുമ്പം അതിൽ സിൻഡ്രല്ല ഇല്ലേ, സിൻഡ്രല്ലക്കൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഓരോ ഉടുപ്പ് ഓരോ അസ്തറ്റിക്സ് ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കി വെച്ചാണ് ഫെയറി ടൈൽ. സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ഫെയറി ടൈലാണ് ഓരോ സാധനങ്ങളും. നമ്മൾ ഇന്ത്യക്ക് ഒരു ഷിപ്പ് ചെയ്യുന്നില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യക്കില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഓരോ വെബ്സൈറ്റിൽ പോയിട്ട് ഫ്ലവർ നോസ് അടിച്ചിട്ട് ഓരോ പ്രോഡക്റ്റ്സ് ഒക്കെ പോയി നോക്കുക. ഒക്കെ നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ട് പ്രോഡക്റ്റ്സാണ്. ക്യൂട്ടല്ല, എന്താ പറയുക, ഒരു എലഗൻറ്റ് പ്രോഡക്റ്റ്സാണ്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഞാനിപ്പോൾ ഇത് ഇടണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇതിനെ പറ്റി ഇനിയും പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പൂട്ടിയിരുന്നാലല്ലേ ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റുള്ളൂ. ഉണ്ടോ ഞാൻ ഇടുമ്പോഴുള്ളൊരു കളറ് ഇത് നമുക്ക് ആ കൊറിയൻ ലിപ്സ് വരും. ചില കൊറിയൻസ് ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു ബ്ലറായിട്ടുള്ള കൈൻഡ് ഓഫ് ലിപ്സ്, അത് കിട്ടുക ഭയങ്കര സ്മൂത്താണ്, ലൈക്ക് സോ സ്മൂത്ത്. അടിപൊളി ലിപ്സ്റ്റിക്ക്, ഇഷ്ടമായി. ഇത് ആക്ച്വലി നമുക്ക് ചെറിയൊരു ടിൻറ്റ് പോലെ ഇടാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാം. അല്ലാണ്ട് നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഇടാണെങ്കിൽ ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ കുട്ടി കൊണ്ടുവന്നാൽ മതി. എങ്ങനെയുണ്ട് ഇങ്ങനെ പറയും ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ലൈക്ക് ഭയങ്കര രസമാണ്. എനിക്ക് എങ്ങനെ പറയേണ്ടി അറിയില്ല. പക്ഷെ എല്ലാവർക്കും മേ ബി ഇഷ്ടമാവുന്ന ചില ആൾക്കാർ ബ്രൗൺ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അത് വേറെ ആൾക്കാർ. അപ്പം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷെയ്ഡ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എത്ര മേക്കപ്പ് ചെയ്താലും ലിപ്സ്റ്റിക്കാണ് നമ്മളെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് ഇതിന്. അടിപൊളി ലിപ്സ്റ്റിക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഈ മുടി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കാണെങ്കിൽ ഇത് വെട്ടണമെന്നുണ്ട്, വെട്ടിയതാവും ഉണ്ടാകണേ. മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. ജസ്റ്റ് ഇതും കൂടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. വെറുതെ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഹെവിയാണ് ഇട്ടത്, പക്ഷേ ആ ഹെവി ഇയറിങ്സ് ഹൈലൈറ്ററിൻ്റെ കൂടെ ഐഷാഡോ പാലറ്റ് പൊട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോയി. മൊത്തം തിളക്കാണ്, അത് ഇട്ടാൽ കോമഡി ആയിരിക്കും. സോ വിൽ ഡു സംതിങ് വെരി സിമ്പിൾ. അപ്പോൾ ഓക്കെ, ഞാൻ മുടി എന്തെങ്കിലും ചെയ്യട്ടെ. മുടി പിന്നെ നമ്മൾ സാധാരണ കെട്ടുന്ന പോലെ തന്നെ കെട്ടി. ഞാൻ ആക്ച്വലി ഭയങ്കര ഹെവി ഇയറിങ്സ് ആയിട്ടിരുന്ന പറഞ്ഞല്ലോ, അതൊരു റെഡ് മെറൂൺ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാധനം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നല്ല ചൂടുമാണ് പുറത്ത്. ഞാൻ അങ്ങോട്ട് ഹെവി കുറേ ആക്കിയിട്ട് പോയാൽ നമ്മൾ ഇടങ്ങേറാവും. സോ ഇപ്പം എല്ലാവർക്കും ഫുള്ള് കല്യാണങ്ങൾ തന്നെ ആയിരിക്കില്ലേ, എല്ലായിടത്തും കല്യാണം, ഓഡിറ്റോറിയത്തൊക്കെ ഫുള്ള് എല്ലാവരും കല്യാണം കഴിക്കാം. എന്തിനാണ് എല്ലാവരും കൂടെ എപ്പോഴാണ് കല്യാണം കഴിച്ച് പോകുന്നത്? അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫുള്ള് കണ്ടിക്കണമെന്നറിയില്ല, എന്നാലും സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കും ചെയ്തിരിക്കുന്നത് ചെമ്മാടുള്ള ഹവാസ് ബൊട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൊട്ടിക്ക് എന്നാണ്. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ ഷോളല്ല, ഇതിൻ്റെ ഷോൾ ചെയ്ത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു മറ്റേ ഔട്ട്ഫിറ്റ് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വേറൊരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു, വേറൊരു റെഡ് ഔട്ട്ഫിറ്റിൻ്റെ ഷോൾ എടുത്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കണത്. അയ്യോ കാണുന്നുണ്ടോ? കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പ്രെഡ് വർക്ക് വരുന്നുണ്ട്. ആക്ച്വലി ആലിയ കട്ടിലാണ് ചെയ്തിരിക്കുന്ന ഡ്രസ്സ്. നല്ല ഫ്ലെയർ കൊടുത്തിട്ടാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ. പിന്നെ പാൻറ് എന്ന് പറഞ്ഞാലും സ്കേർട്ട് പലാസോ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ഫ്ലെയറിലാണ്. മൊത്തം ഒരു 9-10 മീറ്ററിലാണ് ടോപ്പും പാൻറ്റും കൂടെ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.
പിക്ചേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ അപ്പുറത്ത് ആഡ് ചെയ്യാം, കിട്ടാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഒന്നും കൂടെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.